നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 4 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം വലിയ ഇടിവിലേക്ക് പോയപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഒരു ചെറിയൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചു. US താരിഫിൽ നിന്ന് രക്ഷപ്പെട്ട ഫാർമ സെക്ടർ കൂടാതെ നിഫ്റ്റി ബാങ്ക് തുടങ്ങിയവയെല്ലാം നല്ല പെർഫോമൻസ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഏതായാലും ആ ഒരു താരിഫ് എഫക്റ്റ് കാരണം ഏകദേശം ഒരു 100 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വരാം. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം വലിയ ഇടിവ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഡൗ ജോൺസ് 4%, S&P 500 5%, നാസ്ഡാക്ക് 6%ന്റെയും ഇടിവ് രേഖപ്പെടുത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിക്ക US ഇറക്കുമതികൾക്കും 10% തീരുവ ചുമത്തുകയും നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുകയും ചെയ്തതോടെ റിസ്കി അസറ്റ്സ്, അതായത് സ്റ്റോക്കുകളിൽ നിന്നുള്ള നിക്ഷേപകർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മാറ്റി എന്ന് വേണം ഇന്നലത്തെ ആ ഒരു സെൽ ഓഫിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ താരിഫിനെതിരെ ഇപ്പോൾ നിരവധി രാജ്യങ്ങൾ അവരുടെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന് 20% നികുതി ചുമത്തിയതോടെ തിരിച്ചടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയനും ചൈനയും അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 9 താരിഫ് ആരംഭിക്കുന്നതിന് മുൻപായി ചർച്ചകൾക്ക് ശ്രമിക്കുമെന്ന് ദക്ഷിണ കൊറിയ, മെക്സിക്കോ, ഇന്ത്യ എന്നീ രാജ്യങ്ങളും അറിയിച്ചു. ഏതായാലും കാര്യങ്ങൾ ഒരു ട്രേഡ് വാറിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി 2 പ്രധാനപ്പെട്ട ഇവന്റ്സ് ആണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച പേറോൾ ഡാറ്റ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ചും ഇന്നാണ് പുറത്തു വരുന്നത്. ഈ ഒരു പോസിറ്റീവ് കമന്ററി ആണ് അതിൽ വരുന്നതെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയേറെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ക്ലോസ് ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും എല്ലാം തന്നെ ഇടിവിലായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ഇന്നലെ വലിയ ഇടിവുണ്ടാക്കിയത് ഓയിൽ പ്രൈസുകളായിരുന്നു. ഒപെക് പ്ലസ് രാജ്യങ്ങൾ ചൊവ്വാഴ്ച എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്ന് സമ്മതിച്ചതും ട്രംപിന്റെ നയങ്ങളും തന്നെയാണ് ഇന്നലത്തെ ഇടിവിന് കാരണമായത്. ഏകദേശം 6%ന്റെ ഇടിവാണ് ബ്രന്റും WTIയും ഉണ്ടാക്കിയത്. ഗോൾഡ് പ്രൈസുകൾ വീണ്ടും ഉയർന്നു തന്നെ നിൽക്കുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 68,480 രൂപയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം 1 മുതൽ 6% വരെ ഇടിഞ്ഞപ്പോഴും നിഫ്റ്റി വെറും 0.35% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിൽ, അതായത് 0.5% നേട്ടത്തിലും, മിഡ് ക്യാപ്പും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ വിപണിയെ സപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഫാർമ ഓഹരികളിലുണ്ടായ റാലി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. US ഫാർമസ്യൂട്ടിക്കൽസിനെ പരസ്പര താരിഫിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇത് ഇന്ത്യൻ ഫാർമ ഓഹരികൾക്ക് ഉത്തേജനം നൽകി. ഈ ഒരു വാർത്ത ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്. കാരണം ഇത് ഫാർമ മേഖലയ്ക്ക് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അപ്പോൾ തന്നെ സൂചന നൽകിയിരുന്നു. നിഫ്റ്റി ഫാർമ സൂചിക ഏകദേശം 4% ഉയർന്നു. ഗ്ലെൻ ഫാർമ, അരബിന്ദോ ഫാർമ, ഡോക്ടർ റെഡ്ഡി എന്നിവ നല്ല നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യ US കയറ്റുമതി ചെയ്യുന്ന കൂടുതലായി ജനറിക് മരുന്നുകളാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ പോസിറ്റീവായി വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയുടെ GDP ആഘാതം എന്ന് പറയുന്നത് വെറും 0.1% മാത്രമാണ്. ഇതിൽ തന്നെ US ഇന്ത്യക്ക് ചുമത്തിയത് 26%. എന്നാൽ അതിലും കൂടുതലാണ് ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ചുമത്തിയ താരിഫ്. ഇത് ഇന്ത്യക്ക് വളരെ അനുകൂലമായ ഒരു ഘടകമായി. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ മേഖലയും ഇതോടെ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന പ്രതീക്ഷയിലായി. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓയിൽ പ്രൈസുകളിലുണ്ടായ വലിയ ഇടിവ് തന്നെയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സും WTI ഏകദേശം 6%ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത്. ക്രൂഡ് ഓയിലും ഏകദേശം 7%ന്റെ ഇടിവിൽ ക്ലോസ് ചെയ്തു. ഇതും ഇന്ത്യക്ക് അനുകൂലമായ ഒരു ഘടകമായി. ഈ 3 കാരണങ്ങളാണ് ഇന്ത്യൻ വിപണി ഒരു ശക്തമായ റിക്കവറിക്ക് വഴിവെച്ചത്. അടുത്തതായി Q4 അപ്ഡേറ്റുകളിലേക്കാണ്. ആദ്യം HDFC ബാങ്ക്. ഗ്രോസ് അഡ്വാൻസിൽ 5.4%ന്റെ വർധനമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവറേജ് ഡെപ്പോസിറ്റിൽ 15.8%ന്റെ വർധനവും, പീരീഡ് ആൻഡ് ഡെപ്പോസിറ്റ്സിൽ 14.1%ന്റെ വർധനവും, കാസ ഡെപ്പോസിറ്റ്സിൽ 5.7%ന്റെ വർധനവും, AUM ആവറേജ് 7.3%ന്റെ വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ബജാജ് ഫിനാൻസ് ആണ്. കസ്റ്റമർ ഫ്രാഞ്ചൈസി മാർച്ച് 2025 101.82 മില്യണിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 83.6 മില്യൺ ആയിരുന്നു. ന്യൂ ലോൺ ബുക്കിൽ 36%ന്റെ വർധനവ് രേഖപ്പെടുത്തി. അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ 26%ന്റെ വർധനവും കമ്പനി രേഖപ്പെടുത്തി. ഡെപ്പോസിറ്റ്സിൽ 19%ന്റെ വർധനവുമാണ് രേഖപ്പെടുത്തിയത്. മറ്റൊരു കമ്പനി അദാനി വിൽമർ ആണ്.
വോളിയത്തിൽ 7% വർധനവ് ഇയർ ഓൺ ഇയറിലും റവന്യൂവിൽ 36% വർധനവ് ഇയർ ഓൺ ഇയറിലും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് അവന്യൂ സൂപ്പർ മാർട്ട്സ് ആണ്. സ്റ്റാൻഡ് ലോൺ റവന്യൂവിൽ 16.7% വർധനവാണ് രേഖപ്പെടുത്തിയത്. 14,462.4 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. മൊത്തം സ്റ്റോറുകളുടെ എണ്ണം മാർച്ച് 2025 415 അടുത്തത് മസ്കോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനി ഏപ്രിൽ 4 മുതൽ 7 വരെയുള്ള തീയതികളിൽ ഓഫർ ഫോർ സെയിൽ OFS വഴി കമ്പനിയിലെ 4.83% ഓഹരികൾ വിൽക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഒരുങ്ങുന്നു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഇനി ആ നമ്പറിലല്ലാതെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ നമ്മൾ നൽകുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും ഒരു അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നൽകാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു കമ്പനി ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. കമ്പനിയും ബ്ലാക്ക് റോക്കും അവരുടെ 50:50 സംയുക്ത സംരംഭമായ ജിയോ ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സിൻ്റെ 6.65 കോടി ഓഹരികളിൽ നിക്ഷേപിക്കുകയും മൊത്തം 66.5 കോടി രൂപയ്ക്ക് സ്വന്തമാക്കുകയും ചെയ്തു. അത് സൂര്യ റോഷിനിയാണ്. ഗെയിൽ ഇന്ത്യയിൽ നിന്ന് സൂര്യ റോഷിനിക്ക് 116.15 കോടി രൂപയുടെ പുതിയൊരു കരാർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് എക്സ് ഡിവിഡൻ ഡേറ്റ് ആയിട്ട് വരുന്ന കമ്പനികൾ വരുൺ ബിവറേജ്, DCM ശ്രീരാം ഇൻഡസ്ട്രീസ്, PH ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. എക്സ് ബോണസ് വരുന്ന കമ്പനി KBC ഗ്ലോബലുമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs ഇന്നലെ 2,806 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. നിർണായകമായ ഒരു താരിഫ് പ്രഖ്യാപനം വന്നിട്ടുള്ള ഒരു ദിവസമായിട്ട് കൂടി FIസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് ഒരുപക്ഷെ കുറവാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഏതായാലും വരും ദിവസങ്ങളിൽ അവരുടെ സെല്ലിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി DIs ആവട്ടെ 221 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.25% ഇടിവിൽ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,221 എന്ന നിലയിൽ 93 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം ഒരു 100 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് 8 പ്രധാന OPEC+ രാജ്യങ്ങൾ ചൊവ്വാഴ്ച എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 4,11,000 ബാരൽ വർദ്ധിപ്പിക്കാൻ സമ്മതിച്ചു. കൂടാതെ ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ കൂടി ആയതോടെ WTIയും ബ്രന്റും ഏകദേശം 6% മുകളിലാണ് ഇന്നലെ ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $69.73 പെർ ബാരൽ എന്ന നിലയിൽ 0.19% ഇടിവിലാണ്. WTI ഉള്ളത് $66.52 പെർ ബാരൽ എന്ന നിലയിൽ 0.64% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇപ്പോഴത്തെ ഒരു ഓവറോൾ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ഇന്നലെ ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്ക് വരാം. 23,250 82 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ ഇന്നലെയും നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണിൽ കൃത്യമായി തന്നെ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് നിഫ്റ്റി ഉയർന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളും ഏഷ്യൻ മാർക്കറ്റുകളും ഒന്നടങ്കം ഇടിഞ്ഞപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഒരു ചെറിയ റിക്കവറി കാണാൻ സാധിച്ചു. ഒരു ലോങ് അപ്പർ ഷാഡോയോട് കൂടിയ ഒരു ബുൾ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കൂടാതെ മറ്റ് പോസിറ്റിവിറ്റികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും 2050 EMAകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഗ്ലോബൽ മാർക്കറ്റുകൾ ഇത്രയൊക്കെ ഇടിഞ്ഞിട്ടും പ്രധാനപ്പെട്ട EMAകൾക്കും അതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണിനും താഴെയായിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഒരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത് ഇന്നലത്തെ ലോ ആയിട്ടുള്ള 23,140 കൂടി ഡൗൺ സൈഡിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പ് സൈഡിൽ ഇനി വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വീക്ഷിക്കേണ്ട ഒരു സോൺ എന്ന് പറയുന്നത് 23,400 മുതൽ 23,460 വരെയുള്ള ഒരു ലെവലാവാൻ ഒരു സോൺ ആവാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 1-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 23,137 ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതും ഇന്നും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 22,800 അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,300 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക്
ആദ്യം 23,200 സ്ട്രൈക്കിൽ 55% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 61% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 23,150 സ്ട്രൈക്കിൽ 21% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 63% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 23,250 സ്ട്രൈക്കിൽ 645% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 697% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,597 249 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയും ഫിനാൻഷ്യൽസും തന്നെയാണ് പ്രധാനമായിട്ടും നല്ല ഒരു സപ്പോർട്ട് നിഫ്റ്റിക്ക് കൊടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഓപ്പണിങ്ങിൽ ഒരു ഡൗൺ സൈഡ് ഓപ്പണിംഗ് ലഭിച്ചെങ്കിലും പിന്നീട് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ 51,640 ടച്ച് ചെയ്തു. അതായത് ആ ഒരു ഏരിയ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയുണ്ടായി. ഡൗൺ സൈഡിൽ 50,500 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിൽ ആദ്യം 53,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കിലും അതിനുശേഷം 54,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000 അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് എടുക്കാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.